കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. ഞാൻ ഭാഗ്യ. ഇഗ്നോ ഫോക്കസ് 6.0 അതായത് ഇഗ്നോവിന്റെ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BG/DG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതുപോലെ റെക്കറിംഗ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിനനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്കിന് കൂടുതൽ ടൈം പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഷൻ അടുക്കുമ്പോൾ ടെൻഷൻ ആവാതെ കാമായിട്ടിരുന്ന് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്, അല്ലാതെ നമുക്ക് പേടിക്കേണ്ട അല്ലെങ്കിൽ പാനിക് ആവേണ്ട ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നവർ കാണും, അതുപോലെ തന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവർ കാണും, ഒരു മീഡിയം ലെവൽ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തവർ കാണും. സോ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു ഗൈഡ് ആയിരിക്കും ഇത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് മനസ്സിലാക്കുക, 7 ഡേ ലാസ്റ്റ് മിനിറ്റ് സ്പ്രിന്റ്. അപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, മീൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്നാൽ കുറച്ച് ടൈമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സ് ഫോക്കസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ദിവസം ഫസ്റ്റ് 2 ഡേയ്സ് ആ ഹൈ ഈൽഡ് യൂണിറ്റ്സ് തന്നെ നോക്കുക. അധികം സമയം ഇല്ലാത്ത കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റ്സും, അതായത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിലുള്ള ഹൈ ഈൽഡ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കുകളുണ്ട് മീഡിയം ഇതിൽ വരുന്നത്. സോ അതെല്ലാം കവർ ചെയ്യുക. ആൻഡ് ടോപ്പേഴ്സ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിറ്റ്സും 1 to 15 ഉള്ള യൂണിറ്റ്സും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ച് നോട്ട് മേക്കിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ടോട്ടൽ 100 മാർക്ക് ആയിരിക്കും, 3 മണിക്കൂറായിരിക്കും, ഒരു 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെക്ഷൻ എയിൽ ലോങ് ആൻസേഴ്സ്, അത് 15 to 20 മാർക്സ്, ഒരു 60 to 80% ഓഫ് പേപ്പറും ആ ഒരു ലോങ് എസ്സേ റൈറ്റിംഗ് ആണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ ബിയിൽ ഷോർട്ട് ആൻസേഴ്സ് ചോദിക്കും 10 മാർക്സ് വെച്ചിട്ട്. അത് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ആൻസേഴ്സ് ആണ്. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിറ്റ് 1 നിന്നും യൂണിറ്റ് 14, യൂണിറ്റ് 8 എന്നൊക്കെ ഒരുപാട് റെക്കറിംഗ് ക്വസ്റ്റ്യൻ, അതായത് വർക്ക് പ്ലേസ്, വർക്ക് കൺസെപ്റ്റ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് മീഡിയ സബ് ടോപ്പിക്സ് ഒക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യും. കൂടുതലായിട്ട് ഫോക്കസ് അതിന് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. ഇനി എക്സാം പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പം 30% ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതും ഫാമിലി, വർക്ക് ആൻഡ് ഹെൽത്തിൽ നിന്നാണ്. അതായത് യൂണിറ്റ് 5 to 9 എന്നാണ് 30% ഓഫ് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. പിന്നെ 25% വരുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. അത് ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ് 1, 2, 3 കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് എന്നാണ് 25% ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ 20% ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഹറാസ്മെന്റ് യൂണിറ്റ് 11, 12 ഫോക്കസ് ചെയ്തിട്ട് 20% ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീഡിയ ലാംഗ്വേജ് യൂണിറ്റ് 13 to 14 ഒരു 80% ചോദിക്കാറുണ്ട്. പിന്നെ ഡിസേബിലിറ്റി ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ഏരിയ നിന്നാണ് ഡിസേബിലിറ്റി, പിന്നെ മറ്റ് യൂണിറ്റ്സിൽ നിന്നാണ് ബാക്കി 7% ക്വസ്റ്റ്യൻസും വരുന്നത്. സോ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക് എന്ന് പറയുന്നത് ഫാമിലി, വർക്ക് ആൻഡ് ഹെൽത്ത്, കോൺസെപ്റ്റ് ആൻഡ് തിയറി ആൻഡ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഹറാസ്മെന്റ്. അപ്പം ഇത് 3 ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ഇനി ഹൈ ഈൽഡ് സിലബസിലേക്ക് പോകുന്നത് മീൻസ് ഏറ്റവും കൂടുതൽ
ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കിനെയാണ് നമ്മൾ ഹൈ ഈൽഡ് സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഹൈ ഈൽഡ് എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ എല്ലാ എക്സാമിനും റെക്കറിംഗ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് പാസിംഗ് ആണ് നിങ്ങളുടെ നീഡ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് മാത്രം നോക്കിയാൽ മതി. അതാണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്. പിന്നെ മീഡിയം ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് മീഡിയം ഈൽഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ലോ ഈൽഡിൽ വരുന്നതിന് വല്ലപ്പോഴും ഒക്കെ അപ്പിയർ ചെയ്യാറുള്ളൂ. പക്ഷെ ഒരു മൊത്തത്തിലുള്ള സ്കോറിനെ മാറ്റണമെങ്കിൽ, അതായത് നല്ലൊരു സ്കോർ കിട്ടണമെങ്കിൽ ഈ ലോ ഈൽഡ് ടോപ്പിക്സ് നോക്കുന്നതും വളരെ നല്ലതാണ്. ആൻഡ് സ്റ്റഡി ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ടൈം മീൻസ് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ എടുക്കുകയാണ് പഠിക്കാനെങ്കിൽ അതിൽ ഹാഫ് ആൻ അവറും ഹൈ ഈൽഡ് ടോപ്പിക്സ് തന്നെ എടുക്കുക. പിന്നെ ഒരു 30% ആയിരിക്കും ടൈമിന്റെ ബാക്കിയുള്ള ഒരു 20 മിനിറ്റ്സ് മീഡിയം ഈൽഡ് ടോപ്പിക്സിനും കൊടുത്ത് 10 മിനിറ്റ്സ് ആയിരിക്കണം ലോ ഈൽഡ് ടോപ്പിക്സ് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഒരു ടൈം വെച്ചിട്ടായിരിക്കണം. മീൻസ് ഏറ്റവും കൂടുതൽ ടൈം ഏതിന് കൊടുക്കണം? ഹൈ ഈൽഡ് ടോപ്പിക്സിനായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, ഇതിൽ റെഡ് കളർ കാണിച്ചേക്കുന്നതാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസി മാപ്പ്, ഹീറ്റ് മാപ്പ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. യെല്ലോ കളർ കാണിച്ചേക്കുന്നത് മീഡിയം ഈൽഡ് ടോപ്പിക്സ് ആണ്. ആൻഡ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിട്ട് കാണുന്നതാണ് ലോ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈ ഈൽഡ് ടോപ്പിക്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. സോ അത് തന്നെ കവർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സിലബസ് ഒരു ജനറൽ കവറിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടോപ്പിക്. ഈ ടോപ്പിക് നോക്കാതെ ഒരിക്കലും എക്സാമിന് പോകാൻ പാടില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണിത്. സെക്സ്, ജെൻഡർ, കോൺസെപ്റ്റ്സ് ആൻഡ് ഫെമിനിസം ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ള 8 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ ജെൻഡർ ആൻഡ് മീഡിയ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്, ഇത് രണ്ടും 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഒട്ടും ഇമ്പോർട്ടൻസ് കുറച്ച് കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് മസ്കുലിനിറ്റീസ്, ഈ 2 ടോപ്പിക്കിന് 6 തവണ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പിയറൻസ് 6, 7, 8 ചെയ്തേക്കുന്നത് എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. ടോപ്പ് 5 റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്സ്, ജെൻഡർ കോൺസെപ്റ്റ്സ് ആൻഡ് ഫെമിനിസം, ജെൻഡർ ആൻഡ് മീഡിയ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്, ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് മസ്കുലിനിറ്റീസ്. ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും? അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിലിപ്പോ ഈ 3 ക്വസ്റ്റ്യൻസിൽ 2ഉം ഏറ്റവും കൂടുതൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 എണ്ണം ഈ ഫയറിന്റെ സിമ്പിൾ കൊടുത്തേക്കുന്നത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 എണ്ണത്തില്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സെക്സ് ആൻഡ് ജെൻഡർ, എക്സ്പ്ലെയിൻ കാറ്റഗറീസ് ഓഫ് സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് എക്സാമ്പിൾസ് ഫ്രം റിയൽ ലൈഫ്. ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മൾ ഈ ന്യൂസിലൂടെയും അറിയുന്നുണ്ട്. അപ്പം സെക്സ് ആൻഡ് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് റിയൽ ലൈഫിൽ നിന്ന് കൊടുത്ത് ഇൻസിഡൻസ് വെച്ചിട്ട് എഴുതാവുന്നതാണ്. സെക്സും ജെൻഡറും തമ്മിലുള്ള ആ ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം എക്സാമ്പിൾസ് കൊടുക്കുക. ദെൻ വാട്ട് ഈസ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ ഈ എക്സാമ്പിൾസ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ സ്കോറിലും എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസസ് കൂടുതലാണ് ഹൈ മാർക്സ് കിട്ടാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ചോദിക്കുന്നത്. എക്സാമ്പിൾസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മസ്റ്റ് ആയിട്ടും എക്സാമ്പിൾസ് കൊടുത്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then write short notes on feminism, empowerment, gender roles, femininity and cultural construction of gender. So ഇതില് ജെൻഡറിന്റെ ഫെമിനിസം, ജെൻഡർ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ഫെമിനിസം, എംപവർമെന്റ്, ജെൻഡർ റൂൾസ്, ഫെമിനിറ്റി, ദെൻ കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ, ഇതിനെ ഇത്രയും പറ്റി ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. സോ അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ആൻഡ് റിലേറ്റഡ്, ഇതാണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ ജെൻഡറിങ് വർക്കിൽ നമുക്ക് നോക്കാം. Discuss gender discrimination, violence and vulnerability at the workplace. Then discuss or evaluate gender gaps in labor force participation and economy. Then next question, define work, describe international standards of measurement of work, describe early or traditional discourse of work. അപ്പോൾ വർക്ക് എന്നുള്ള ജെൻഡറിങ് വർക്ക്, ഓരോ വർക്ക് പ്ലേസിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഓരോ വർക്കിനെയും ജെൻഡർ ആയിട്ട്, ഇപ്പൊ ടീച്ചർ, നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഫീമെയിൽസിന്, ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ മെയിൽസ്, ഇങ്ങനെ കുറച്ച് വർക്കിനെ ജെൻഡർ ചെയ്യുന്നുണ്ടല്ലോ. സോ ആ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അതിൽ ഇവാലുവേറ്റ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ
ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എക്കോണമി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ഫോംസ് ഓഫ് കാറ്റഗറീസ് ഇൻ ഇന്ത്യ. ചിലപ്പോൾ GBV എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആയിരിക്കും. സോ അത് ഡിഫൈൻ ചെയ്യുക, അതിന്റെ വേരിയസ് ഫോംസും കാറ്റഗറീസും ഇന്ത്യയിലുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഡിസ്കസ് കേസ് സ്റ്റഡീസ് ഓഫ് ആസിഡ് അറ്റാക്ക് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അതായത് ആസിഡ് അറ്റാക്സിന്റെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് കേസ് സ്റ്റഡീസ് ഓഫ് ആസിഡ് അറ്റാക്സ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. Then discuss the violence and discrimination against LGBTIQ members. LGBT മെമ്പേഴ്സിന്റെ ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു രീതിയിൽ ജെൻഡർ ബേസ്ഡ് വയലൻസിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നെക്സ്റ്റ് മസ്കുലിനിറ്റീസ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഡിഫൈൻ മസ്കുലിനിറ്റി, ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി വിത്ത് എക്സാമ്പിൾസ്. നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വേണം കൊടുക്കാനായിട്ട്. മീൻസ് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്കോറിംഗ് പാറ്റേൺ അത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതായിരിക്കും. The next discuss interlinkages between masculinity, sexuality and violence. Discuss the relationship between masculinity. അപ്പം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. masculinity, femininity അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഫാമിലി ആൻഡ് മാരേജ്. അതിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഫെമിനിസ്റ്റ് അപ്രോച്ച് ഓർ ലിബറൽ ആൻഡ് റാഡിക്കൽ ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ്സ് ഓൺ ഫാമിലി. ഫെമിനിസ്റ്റ് അപ്രോച്ച്, അതിൽ ലിബറൽ ആൻഡ് റാഡിക്കൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫൈൻ മാരേജ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ വിത്ത് എക്സാമ്പിൾസ്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി, പോളിഗിനി, ഹൈപ്പർഗമി, ഹൈപ്പോഗമി അങ്ങനെ പല ടൈപ്സ് ഓഫ് വരുന്നുണ്ട്. ആ ഫോംസ് ഓഫ് മാരേജ് ഇന്ത്യയിൽ എങ്ങനെയാണ് അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് മദർഹുഡ്. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് the notion of motherhood and fatherhood from a gender perspective or stereotypical gender roles. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഏറ്റവും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മദേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈഗ്രേഷൻ ഇൻ ഇന്ത്യ. ഡിസ്കസ് ദ റോൾ ഓഫ് റൂറൽ ആൻഡ് മൈഗ്രന്റ് മദേഴ്സ് ഇൻ ഇന്ത്യ. സോ അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത്. മദർഹുഡ് എന്നുള്ള ടോപ്പിക് ഇന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് റോൾ ഓഫ് മദേഴ്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് മൈഗ്രേഷൻ. ഇന്ത്യയിൽ നടക്കുന്ന മൈഗ്രേഷന്റെ കോണ്ടെക്സ്റ്റിൽ റോൾ ഓഫ് മദേഴ്സ് ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഓൾസോ റൂറൽ ആൻഡ് മൈഗ്രന്റ് മദേഴ്സിന്റെ റോൾ ഡിസ്കസ് ചെയ്യുക ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിൽ. നെക്സ്റ്റ് ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റ്സ്. 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ഏതാന്ന് വെച്ചാൽ ഡബിൾ ബർഡൻ, ഗ്ലാസ് സീലിംഗ്, സെക്സ് വർക്ക്, ഡീസന്റ് വർക്ക്, പെയ്ഡ് കെയർ വർക്ക്. ഇത് എല്ലാം ഷോർട്ട് നോട്ട്സ് ചോദിക്കാം. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കും 10 മാർക്സിന് ചോദിക്കുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്സ് എന്താ ചെയ്യേണ്ടത്, മാർക്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. ദെൻ അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വിമൻസ് എംപ്ലോയ്മെന്റ്. അതും ഈ ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബറിൽ വരുന്നതാണ്. സോ ഡബിൾ ബർഡൻ, ഗ്ലാസ് സീലിംഗ്, സെക്സ് വർക്ക്. ഗ്ലാസ് സീലിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻവിസിബിൾ ബാരിയർ ആണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു വേർഡിന്റെ മീനിങ് അറിയാതെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഫുൾ ഇതിന്റെ തന്നെ പോകുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്. അതിലും 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരെണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഡിസ്കസ് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പോളിസീസ് ഇൻ ഇന്ത്യ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വിമൻലി ആസ്പെക്ട് വെച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അധികം ആരും ഫോക്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക് ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡിസ്ക്രൈബ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പോളിസി. Next, gender and disability. What is disability? Explain gender issues in disability with examples. Disability and gender വരുന്നതാണ്. What is disability? Explain gender issues in disability with examples എന്ന് പറയുന്നത്. Then അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then next question, discuss social attitudes and stereotypes about disability. Then gender and media. അതിലും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരെണ്ണം കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ദ റോൾ ഓഫ് ജെൻഡർ ഓർ വിമൻ ഇൻ മീഡിയ ഓർ മാസ് മീഡിയ. എക്സാമ്പിൾസ് കൊടുക്കുക. സോ അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ജെൻഡർ റോൾ പോർട്രയൽ ഇൻ സിനിമ, ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ്, ജെൻഡർ ആൻഡ് ഇലക്ട്രോണിക് മീഡിയയുടെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ് മീൻസ് ഒബ്ജക്ടിഫിക്കേഷനെ ഒക്കെ ഫോക്കസ് ചെയ്ത് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്.
ജെൻഡർ റോൾ പോർട്രേൽ സിനിമയിലൊക്കെ നമുക്കിപ്പം ജെൻഡർ എങ്ങനെ മീൻസ് ഇപ്പോൾ ഉള്ള നമുക്ക് ഇന്ത്യൻ അതിൽ മെൻഷൻ ചെയ്യും, ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ മെൻഷൻ ചെയ്ത സിനിമകൾ തന്നെ മെൻഷൻ ചെയ്യണമെന്നില്ല. നമുക്ക് അല്ലാതെ നമ്മളുടെ പേഴ്സണലി നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി പ്രാക്ടീസ് സെറ്റ്, അതായത് 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാം ആൻസേഴ്സ് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഒരു ഹൈ പ്രോബബിലിറ്റി പേപ്പറിനെ പറ്റിയ ഒരു പ്രാക്ടീസ് സെറ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെക്ഷൻ എയിൽ വരുന്ന ഒരു 5 എണ്ണം അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മസ്കുലിനിറ്റി, ഡിസ്കസ് ദ വേരിയസ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി വിത്ത് സ്യൂട്ടബിൾ ഇന്ത്യൻ എക്സാമ്പിൾസ്. Second question, discuss gender-based violence. Describe the major categories of gender-based violence in India with case-based examples. Question 3, critically evaluate reproductive health policies in India. Mention key indicators. Fourth question, discuss feminist critics of family as an institution. Compare liberal and radical perspectives. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രാക്ടീസ് സെക്ഷനിലും കൊടുത്തത്, കാരണം അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ്, ഡ്രോയിങ് എക്സാമ്പിൾസ് ഫ്രം എവറിഡേ ഇന്ത്യൻ കോൺവെർസേഷൻ. ഇപ്പൊ ജെൻഡർ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒരു ജെൻഡർ ഡിഫറൻസസിനെ പറ്റിയൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ വിത്ത് എക്സാമ്പിൾസ് ഫ്രം സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ. സെവൻത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് women in Indian mass media, highlight stereotypes and recent positive shifts. Eighth question, examine sexual harassment at the workplace, its forms, causes and the POSH Act framework. എന്താണ് POSH Act? അതിന്റെ ബേസിലായിരിക്കണം സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി സെക്ഷൻ ബിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് റൂറൽ ആൻഡ് മൈഗ്രന്റ് മദേഴ്സ് ഇൻ ഇന്ത്യ. Define glass ceiling and double burden with examples. Explain gender stereotyping with everyday examples. Discuss social attitudes and stereotypes about disability. Write a short note on acid attacks in India. Discuss objectification of women in advertisement and cinema. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു സർപ്രൈസ് സ്റ്റഡി പേപ്പർ എന്നുള്ള രീതിയിൽ സെറ്റ് പി ആണ്. അതും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഡിസ്കസ് ദ ഇന്റർലിങ്കേജസ് ബിറ്റ്വീൻ മസ്കുലിനിറ്റി, സെക്ഷുവാലിറ്റി ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ വിത്ത് ഇന്ത്യൻ എക്സാമ്പിൾസ്. ഒരു കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, മീൻസ് 1-2 യൂണിറ്റുകൾ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ സെക്സ്, ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസ്, ഡിസ്റ്റിംഗ്വിഷ് വിത്ത് ദം വിത്ത് എവറിഡേ എക്സാമ്പിൾസ്. Then next question, evaluate the gender gap in labor force participation in India, suggest policy solution. Fourth question, discuss the various forms of marriage in India, how are they linked with patriarchy and feminist critique. Fifth question, critically evaluate the notion of motherhood in the Indian context, including the rural and migrant mothers. Sixth question, describe the indicators of reproductive health and assess current Indian policy gaps. Seventh question, discuss the feminist perspectives on family, liberal, radical and Marxist with examples. So, liberal, Marxistum, radical വെക്കുമ്പോൾ അതിൻ്റെതായ എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ. Then eighth question, write short notes in any 4 of the following. അപ്പം 5 എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും 4 എണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഫസ്റ്റ്, കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ. ബി, സെക്സ് വർക്ക്. സി, ഡീസന്റ് വർക്ക്. ഡി, സെക്ഷുവൽ ഹൈറാർക്കി. ഇ, ക്ലോസ് റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 4 എണ്ണം അതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ, സെക്സ് വർക്ക്, ഡീസന്റ് വർക്ക്, സെക്ഷുവൽ ഹൈറാർക്കി, ക്ലോസ് റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ്. ഇനി ആൻസർ റൈറ്റിംഗ്. അപ്പം ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ടായിരിക്കണം ആൻസർ എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ്. ഒരു 500 to 600 വേർഡ്സ് ആയിരിക്കണം 20 മാർക്കിന് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒരു 2-3 സെന്റൻസ് ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ഒരു കീ കോൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാകുന്ന ആ ഒരു സ്കോപ്പാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റിലാണ് ബോഡി വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടും ബ്രീഫ് എക്സ്പ്ലനേഷൻസും ടോപ്പിക് എന്താണ്, ഇപ്പൊ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസും എല്ലാം മെൻഷൻ ചെയ്യേണ്ടത് ഈ ബോഡിയിലാണ്. ഇനി ചിലപ്പം മെറ്റീരിയലിൽ നിന്നുള്ള എക്സാമ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിരിക്കും, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ ബോഡി പാർട്ടിലാണ്.
നെക്സ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. അതും ഒരു 2-3 സെന്റൻസ് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. എന്താണ് മീൻസ് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇപ്പോഴത്തെ റെലവൻസ് എന്താണെന്നുള്ള ഒരു രീതിയിലായിരിക്കണം അത് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ചുമ്മാ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമുക്ക് കുറച്ച് പോയിന്റ്സ് അറിയാവുന്നുണ്ടെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ ഇതാണെന്നുള്ള ഒരു ഇത് സമ്മപ്പ് ചെയ്തിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഇനി തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ തിയറി കറക്റ്റ് ആയിട്ട് പറയാം, ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എന്തായിരുന്നു ഒരു സാഹചര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ തിയറി കറക്റ്റ് ആയിട്ട് പറയുക. ദെൻ കോർ കമ്പോണൻസും സ്റ്റേജസും യൂസ് ചെയ്യുക. ദെൻ ഡിസ്കസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ്. അഡ്രസ് ലിമിറ്റേഷൻസ് മീൻസ് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഇപ്പോൾ ഉള്ള തിയറീസ് അല്ലെങ്കിൽ പ്രാക്ടീസസിനെ വെച്ച് അത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിൽ. ഇനി നെക്സ്റ്റ് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടും രണ്ട് രീതിയാണ്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആയിരിക്കണം. അതായത് ഇപ്പം ഡിസ്കസ് ആണോ എക്സ്പ്ലെയിൻ ആണോ എന്നൊന്നും യൂഷ്വലി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണത്തില്ല. ഓക്കെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്, അപ്പൊ അതിനെ പറ്റി അങ്ങ് എഴുതാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഡിസ്കസ് എന്ന് പറയുമ്പം അതിൽ പല പല പെർസ്പെക്റ്റീവ്സ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എല്ലാം മിക്സ് ചെയ്ത ഒരു പല കാഴ്ചപ്പാടായിരിക്കണം ഡിസ്കസിൽ വരുന്നത്. എന്നാൽ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പം ആ ഒരു ടോപ്പിക്കിൽ തന്നെ എത്ര ഡീപ്പായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് അറിയാം എന്നുള്ളൊരു കാര്യമായിരിക്കണം. അതിനെ പല പല കമ്പോണൻസ് ആയിട്ടും ആൻഡ് ഓൾസോ അത് എങ്ങനെ ആ കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കണം എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഡിസ്കസ് എന്നുള്ള അതിനകത്ത് നെവർ ടേക്ക് ആൻ എക്സ്ട്രീം പൊസിഷൻ ഇൻ ഡിസ്കസ് ആൻസേഴ്സ്, അത് മനസ്സിലാക്കുക. ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ എന്നുള്ളതിന്റെ ഡിഫറൻസ് അതാണ്. ഇനി ടൈം മാനേജ്മെന്റ്, നമ്മൾ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം 3 മണിക്കൂറുള്ള ലോങ് എസ്സേ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ ആദ്യമേ 5 മിനിറ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് അതിലായിരിക്കണം തീരുമാനിക്കുന്നത്. പിന്നെ ഓരോ ആൻസേഴ്സ്, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ 30 മിനിറ്റ്സിലായിരിക്കണം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് വെക്കുക. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം അവസാനം എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത്, അതായത് ആൻസേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വാക്കുകൾ മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റ്സ് പറയാനായിട്ട് മറന്നുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു റിവ്യൂ ആയിരിക്കണം ആ ഒരു 6 മിനിറ്റിൽ. ആൻഡ് ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. മൊത്തത്തിൽ ആ ആൻസർ കട്ട് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാനായിട്ടൊന്നും ഒരിക്കലും നിൽക്കരുത്. അപ്പം ഒരു വെൽ സ്ട്രക്ചർഡ് 400 വേർഡ് ആൻസേഴ്സ് ആണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യും. വെറുതെ ഒരു 800 വേർഡ്സ് ഉള്ള ഒരു എഴുതി വെക്കുന്നതിലും ഭേദം കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 400 വേർഡ്സ് ഉള്ളൊരു പേപ്പർ ആണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. ക്വാളിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റിക്കല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ആൻസേഴ്സും എഴുതാനായിട്ട്. ഇനി ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് അറ്റ് എ ആൻഡ് ബി ഇതെല്ലാം ലേൺ വൈസിൽ അവൈലബിൾ ആണ്. ഇതിൽ എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സും അതിന്റെ ബ്ലൂ പ്രിന്റ്സും എല്ലാം അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസും കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ആക്സസ് ടു അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ, ഇതിലും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും if you enroll now at LearnWise. And LearnWise-ലൂടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് അറ്റ് എ ആൻഡ് ബി അതിന്റെ ഫുൾ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൾസോ ബ്ലൂ പ്രിന്റ്സ്, ഓരോ ക്വസ്റ്റ്യൻസിന്റെ ബ്ലൂ പ്രിന്റ്സ് ആൻഡ് എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ. ഇത് കൂടാതെ ഇനിയും വരുന്ന ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ എഴുതണം, എങ്ങനെ സ്കോർ ചെയ്യണം, എവിടെയൊക്കെ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രക്ചേർഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ മെന്റർ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഏതൊരു എക്സാമിന് മുന്നേയും ഏതൊരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്ന രീതിയിൽ മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. സോ ആൻഡ് ഓൾസോ ആക്സസ് ടു ദ LearnWise അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റം. ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ ഓർ വാട്സ്ആപ്പ് അറ്റ് ദിസ് നമ്പർ. സോ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ അവർ ടീം വിൽ ഗൈഡ് യു ടു ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദിസ് എക്സാം. So that's it. All the best for your term and examination. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.